പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമൽ ഹാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൽക്കി 2898 AD. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിലൊരുങ്ങുന്ന ചിത്രം മെയ് 9 തിയേറ്ററുകളിൽ എത്തുന്നത്. ബോളിവുഡ് താരം ദീപിക പദുക്കോണിന്റെ ആദ്യ തെന്നിന്ത്യൻ ചിത്രമാണ് കൽക്കി 2898 AD. 600 കോടി ബഡ്ജറ്റിലൊതുങ്ങുന്ന ചിത്രത്തിലെ നടിയുടെ പ്രതിഫലം 20 കോടിയാണത്രേ. ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് ദീപിക. പ്രചരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 100 കോടി രൂപയാണ് പ്രഭാസിന്റെ പ്രതിഫലം. അമിതാഭ് ബച്ചൻ 10 കോടി, കമൽ ഹാസൻ 15 കോടി, ബോളിവുഡ് താരം ദിശ പട്ടാണി 2 കോടി, ദുൽഖർ സൽമാൻ 3 കോടി, പശുപതി 50 ലക്ഷം എന്നിങ്ങനെയാണ് താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ച് പുറത്തുവരുന്ന വിവരം. എന്നാൽ പ്രതിഫലത്തെക്കുറിച്ച് ഔദ്യോഗികമായ കൽക്കിയുടെ നിർമ്മാതാക്കൾ പ്രതികരിച്ചിട്ടില്ല. സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം 2020 ഫെബ്രുവരിയിലാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയൊട്ടാകെ കാത്തിരിക്കുന്ന ഈ പ്രഭാസ് ചിത്രം ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ സിനിമയായാണ് എത്തുന്നത്. വൈജയന്തി മൂവീസ് നിർമ്മിക്കുന്ന 50ാമത്തെ ചിത്രമായാണ് കൽക്കി 2898 AD തിയേറ്ററുകളിലേക്കെത്താൻ പോകുന്നത്. വമ്പൻ താരനിരയിലുള്ള ഈ ചിത്രം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയാൻ തന്നെ.